രണ്ടാമത്തത് പഠിപ്പിക്കപ്പെടാത്ത സന്ദേശം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബദറിന്റെ ദിവസം റമദാൻ 17 മുസ്ലിമീങ്ങൾക്കുള്ള ഭൂരിപക്ഷത്തിന്റെ ആചാരം ബദർമാല പാടല, ബദർ മൗലിദ് ചെല്ലല. എന്നിട്ട് ആ ബദർ മൗലിദിൽ എന്താ ചെല്ലുന്നത്? ബദരീങ്ങളെ നേരിട്ടാണ് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുണ്ട്. എന്തിനാ ബദറുണ്ടായത്? ബദരീങ്ങൾ ഉണ്ടായത് എന്തിനാ? അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കാൻ. അള്ളഹാനോട് പ്രാർത്ഥിക്കാനല്ലോ, അള്ളഹാനോട് പ്രാർത്ഥിക്കാനല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ. അബൂജഹൽ അള്ളഹാനോട് തന്നെ പ്രാർത്ഥിച്ചു ബദറിന് പോകുമ്പോ. പിന്നെ എന്തിനാ ബദറുണ്ടായത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ബദർ. എന്നിട്ട് ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്താ അവസ്ഥ? ബദരീങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുക. നഊദു ബില്ലാഹ്. യാ മൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുല്ലാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്റശൂഹദാ. യാ മൻ ബിഹി ഹല്ലറദാ, ആർക്കെങ്കിലും വല്ല പ്രയാസങ്ങളുമുണ്ടെങ്കിൽ, ദുഃഖങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ, പരീക്ഷണങ്ങളുണ്ടെങ്കിൽ, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രോഗങ്ങളുണ്ടെങ്കിൽ, കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ, യാ മൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ, സങ്കടങ്ങളും വേവലാദികളും ഉണ്ടെങ്കിൽ, കുല്ലാദിയൻ മുസ്തൻജിദ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ വിളിച്ചോ. യാ അഹ്ല ബദ്റശുഹദാ, ബദർ ശുഹദാക്കളെ രക്ഷിക്കണമേ, ബദർ ശുഹദാക്കളെ കാക്കേണമേ എന്ന് വിളിച്ചോ. ഇതാണ് ബദർ മൗലിദ്. നേരെ ബദരീങ്ങളോട്. ബദരീങ്ങളെവിടെ? നമ്മളെവിടെ? ആകാശലോകത്ത് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇത് ഖുർആനാ പറഞ്ഞത്. ഖുർആൻ അള്ളാഹ്ക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് ബന്ധമില്ലാത്ത ലോക. ശുഹദാക്കൾ, ഖുർആൻ പറ, ശുഹദാക്കൾ അവർ ഈ ലോകത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോയ ശുഹദാക്കൾ, അവരിൽ ഏറ്റവും പ്രഗത്ഭരായവർ ബദർ ശുഹദാക്കളാണ്. സ്വർഗത്തിലാണ് അവര്. എന്താണ് അവരവസ്ഥ? സ്വർഗത്തിൽ അവർ ആത്മാവുകളെ പച്ചപ്പറവകളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ സ്വർഗത്തിൽ പറന്ന് കളിക്കുക. ഒരു ആയത്തിന്റെ സബബു നുസുല പറഞ്ഞ, ഒരു ആയത്ത് ഇറങ്ങാനുള്ള കാരണമായി പറയുന്നത്. അല്ലാഹു തആല ഈ ശുഹദാക്കൾ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അല്ല നിങ്ങൾക്ക് ഇനി വല്ലതും വേണോ? അവര് പറയും, പടച്ചോനെ, സ്വർഗത്തിലെ ഈ ഉന്നതമായ പദവികൾ ഇനി പടച്ചോനെ ഇതിലുമപ്പുറം എന്താണ്? ആർക്കാണ് പടച്ചോനെ നീ കൊടുക്കുക? ഉന്നതമായ പദവി ശുഹദാക്കൾക്ക് ആർക്കാ പടച്ചോനെ കൊടുക്കുക? ഇനി ഇതിലപ്പുറം എന്ത് വേണം പടച്ചോനെ? പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് പടച്ചോനെ. ശുഹദാക്കൾ പറ, എന്താ ആഗ്രഹം എന്നറിയോ? അവരാഗ്രഹം എന്താണെന്നറിയോ? ഞങ്ങൾ യുദ്ധം ചെയ്ത് ഷഹീദായത് ആരോടാണോ ആ ആളുകൾ, വിശ്വാസമുള്ള ആൾക്കാരെ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട്, അവരോട് ഒന്നുകൂടി ഭൂമിക്ക് പോയിട്ട് യുദ്ധം ചെയ്ത് ഒന്നുകൂടി ഷഹീദാകാൻ ഒരു പൂതി ഉണ്ട് പടച്ചോനെ. വേറെ പൂതിയ. അള്ളാന്റെ മറുപടി എന്താ അറിയോ? സബത മിന്നിൽ ഖൗൽ, എന്റെ അടുക്കൽ വാക്ക് സ്ഥിരപ്പെടും, ഞാൻ പോകാൻ പറ്റൂല അങ്ങോട്ട് വന്നാൽ, പക്ഷെ ഈ കാര്യം ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കാം എന്ന് അള്ളാഹ് വഹയ്യായിട്ട് ഇറങ്ങാം. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ട ഷഹീദുകളെ കുറിച്ച് കേവലം മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് റിസ്ക് നൽകുന്നുണ്ട്. സ്വർഗത്തിലെ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അള്ളാഹ് സ്വർഗത്തിൽ കൊടുത്ത അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ടവർ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഈ വിഷയം നമുക്ക് അറിയിച്ച രായത്തിലൂടെ. സഹോദരന്മാരെ, അള്ളെങ്ങാനും ഇവർക്ക് അനുവാദം കൊടുത്താല് അബൂജഹലിന്റെ വിശ്വാസമുള്ള ആൾക്കാർ ഭൂമിയിലുണ്ട്. അബൂജഹലിന്റെ വിശ്വാസമുള്ള ആൾക്കാർ ഭൂമിയിൽ, അവരോട് യുദ്ധം ചെയ്യാനാ. റമദാൻ 17 അസറിന് ശേഷം എങ്ങാനും ഒരു ഇറങ്ങി വരികയാണെങ്കിൽ ഒറ്റ ചെമ്പ് ഇവിടെ ഉണ്ടാവും. എന്തേക്കാരന്റെ അവസ്ഥ? ഇവർ ആരോട് ആദ്യം യുദ്ധം ചെയ്യാ? ബദരീങ്ങൾ അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാ ബദരീങ്ങള്. എന്നിട്ട് വരുമ്പോ ഇവരെന്താ കേൾക്കുക? യാ മൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുല്ലാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്റശുഹദാ. ശുഹദാക്കളെ വിളിച്ച് നേരിട്ടാണ് പ്രാർത്ഥിക്കുന്ന ഈ കൗമിനെ കണ്ട ആദ്യം വാളോട് വെട്ടൽ ആരേക്കാരം? ഇവിടെ അബൂജഹലിന്റെ വിശ്വാസം ആർക്കാനുള്ളത്? അപ്പോ അബൂജഹലിന്റെ വിശ്വാസമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ, ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസം. ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനൊന്നുമല്ല.
ബദറിന്റെ ചരിത്രവും ഖുർആൻ അറിയില്ലല്ലോ, ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ, ഖുർആൻ പഠിക്കാൻ പറയില്ലല്ലോ. ഖുർആൻ പഠിക്കണം എന്ന് ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന സമൂഹം അല്ലല്ലോ. അപ്പോ ബദർ എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഞാനീ പറഞ്ഞ രൂപത്തിൽ. രണ്ടാമത്തെ രൂപം ഇനിയുണ്ട്. എന്താണ്? ബദരീങ്ങൾ ആണ്ട് എന്നുള്ള കൊല്ലാം. ബദരീങ്ങൾ ആണ്ട് കഴിക്കുക. ബദർ യുദ്ധം നടക്കുന്നത് ഹിജറ 2-ാം വർഷം. പിന്നെ റസൂല് 7 കൊല്ലത്തിലധികം റസൂല് പിന്നെയും ജീവിച്ചതാണ്. ഏത് ഖുറാനിൽ ഉണ്ടോ? ഖുറാൻ മുഴുവനായിട്ടില്ലല്ലോ, പിന്നുണ്ടല്ലോ 7 കൊല്ലം ഖുറാൻ മുഴുവനാകാൻ. റസൂലുള്ളാഹിന്റെ ചരിത്രം അപ്പടി ഉണ്ടല്ലോ, ഒരു വരി അര വരി ഉണ്ടോ? ഇത് ആണ്ട് കഴിക്കുകയാണെങ്കിൽ ആരാ ആദ്യം കഴിക്കേണ്ടത്? ബദരീങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആർക്കാ? ബദർ ശുഹദാക്കളോട് സ്നേഹമുള്ളത് ആർക്കാ? അള്ളാന്റെ റസൂലിനും റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധം ചെയ്ത ബദരീങ്ങൾ, ബാക്കിയുള്ള ഷഹീദ് ആകാത്ത ബദരീങ്ങൾ വേറെ ഉണ്ടല്ലോ, അവർക്കുള്ള അത്ര സ്നേഹം നമ്മക്കുണ്ടോ? എത്ര ആണ്ട് കഴിയണം? എത്ര ആണ്ടാ മക്കത്ത് കഴിച്ചത്? എത്ര ആണ്ടാ മദീനത്ത് കഴിച്ചത്? ഖുറാനിൽ വേണ്ടേ? ഖുറാൻ മുഴുവനായിട്ടില്ല. ഹദീസിൽ വേണ്ടേ? ഉണ്ടോ? അര വരി ഉണ്ടോ? പിന്നീട് ഒരിക്കലെങ്കിലും ബദറിലേക്ക് അവർ പോയോ? ആ യുദ്ധം നടന്ന മണ്ണിലേക്ക് പോയോ? അവിടെ സമ്മേളനം വിളിച്ചു കൂട്ടിയോ? ഒരു സ്വലാത്ത് നടത്തിയോ? ഒരു ദിക്ർ നടത്തിയോ? ഇത് അവര് ചെയ്തിട്ടില്ല. ചെയ്തു നിന്നവരാരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് മുസ്ലിം എന്താ ചിന്തിക്കാത്തത്? പിന്നെ എന്നാത് ഉണ്ടായത്? ആരാത് ഉണ്ടാക്കിയത്? ബുദ്ധിയുള്ളവന് ചിന്തിക്കാലോ. ചെയ്യാണെങ്കിൽ അവർ ചെയ്യണ്ടേ? എത്ര ആണ്ട് അവര് കഴിച്ചത്? 1-ാമത്തെ ആണ്ടില്ലേ ബദർ കഴിഞ്ഞിട്ട്? ഹിജറ 3, ഹിജറ 4. ചരിത്രല്ലേ? ഖുർആനില്ലേ? എവിടെയെങ്കിലും ഉണ്ടോ? അറവ് നടത്തിയോ? ബദരീങ്ങളെ പേരിൽ പോത്തിനറുത്തോ ആടിനറുത്തോ? ഏതെങ്കിലും ഒരു മൃഗത്തെ അറവ് നടത്തണം, ബലിയർ നടത്തണം, മൃഗത്തെ അറുത്തു കൊടുക്കല്. അറവ് എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. വളരെ പ്രോത്സാഹിപ്പിച്ചു. ഒരു കുട്ടി ജനിച്ചാൽ അഖീഖ ഇറക്കണം എന്ന് പറഞ്ഞു റസൂല്. കുല്ലു ഗുലാമിൻ മുർതഇകും ബി അഖീഖ. ഓരോ കുട്ടി അഖീഖയായിട്ട് ആ കുട്ടിക്ക് ബന്ധം എന്ന് പറഞ്ഞു. അറുത്തു കൊടുക്കാൻ പറഞ്ഞു. സ്വതക്ക കൊടുക്കുന്നതിന്റെ ഭാഗം ഒരു ആടിനെ അറുത്ത്, ഒരു പോത്തിനെ അറുത്ത്, ഒരു മാടിനെ അറുത്ത്, ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യല്. ഈ അറവിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകി അള്ളാഹുവിന്റെ റസൂല് ബദരീങ്ങളെ പേരിൽ വർഷങ്ങൾ ജീവിച്ചില്ലേ റസൂല്? എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം, ഒരു കഴിഞ്ഞ റമദാൻ 17 ബദർ കഴിഞ്ഞതിന് ശേഷമുള്ള ചുരുങ്ങിയത് 6 റമദാൻ കഴിഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു റമദാനിന് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒട്ടകത്തെ അറുത്തോ, ഒരു ആടിനെ അറുത്തോ, അറുക്കാൻ കൽപ്പിച്ചോ? ഏതെങ്കിലും ഒരു സ്വഹാബി അറുത്തോ? ഒരു ദുർബലമായ ഹദീസെങ്കിലും ഉണ്ടോ? ഉദ്ഹിയ്യത്തിന് മഹല്ല് കമ്മിറ്റിയിൽ 5 പോത്ത്, ബദരീങ്ങൾ ആണ്ടിന് 25 പോത്ത്. ഉദ്ഹിയ്യത്തിന് ആകെ 5 എണ്ണം, ബദരീങ്ങൾ ആണ്ടിന് 25 എണ്ണം. ഉദ്ഹിയ്യത്തിന് 5 എണ്ണം അറുത്തോ? എന്താ ഖുർആൻ പറഞ്ഞത്? ആരാവട്ടെ അള്ളാഹുവിന്റെ പ്രീതിക്കല്ലാതെ, അള്ളാന്റെ പേരിലല്ലാതെ അറുത്തത് ശവത്തിന് തുല്യമാണ്, പന്നിമാംസത്തിന് തുല്യമാണ്. എന്റെ വചനമല്ല, അള്ളാന്റെ വചനമാണ്, ഖുർആനാണ്. മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. ഹറാമാണ് നിങ്ങൾക്ക്, നിഷിദ്ധമാണ് നിങ്ങൾക്ക് മാംസം, നിങ്ങൾക്ക് പന്നിമാംസം നിഷിദ്ധമാണ്. ലഹ്മൽ ഖിൻസീർ, രക്തം നിഷിദ്ധമാണ്, ചത്ത ശവം നിഷിദ്ധമാണ്. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ടതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ഹറാമാണ്. അള്ളാന്റെ കലാമാണ്, ഖുർആനാ പറഞ്ഞത്. എന്നിട്ട് ഇതാണ് ഇസ്ലാമും ഖുർആനും ഇന്നത്തെ മുസ്ലിമീങ്ങൾ ആചാരവും തമ്മിൽ എന്താണ് സഹോദരന്മാരെ ബന്ധം? അപ്പൊ ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്, വലിയ പാഠമാണ് ബദർ നൽകുന്നത്. പ്രാർത്ഥന, സങ്കടം, പടച്ചോനെന്ന് വിളിക്കുക, മഹാന്മാരെ ആദരിക്കുക, ബദരീങ്ങളെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? എങ്ങനൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അങ്ങനെ സ്നേഹിക്കുക, അവരെ മാർഗം പിൻപറ്റുക. പടച്ചോനെ അവരെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. പടച്ചോനെ നീ അനുഗ്രഹം ചെയ്ത മഹാന്മാരാണ് മുഹാജിറുകളും അൻസാറുകളും, ബദരീങ്ങളും ഉഹദീങ്ങളും ശുഹദാക്കളും. പടച്ചോനെ അവരാണ് സ്വർഗത്തിൽ ആദ്യമായി കടക്കുക. അസാബിഖൂൻ അസാബിഖൂൻ. പടച്ചോൻ അവരെ ഈമാനിന്റെ ഒരു അംശം പോലും ഇല്ല. പടച്ചോനെ ഈ സാധുവായി എനിക്ക് കൊണ്ട പടച്ചോനെ, അവരുടെ ഈമാൻ കൊണ്ട പടച്ചോനെ,
അവരെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടച്ചോനെ. أنعم عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഏറ്റവും നല്ല കൂട്ടുകാരി ശുഹദാക്കളാണ്, സ്വാലിഹികളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്, അള്ളാഹു സ്നേഹിച്ചവരാണ്, അള്ളാഹു ബഹുമാനിച്ചവരാണ്. പടച്ചോനെ അവരുടെ കൂടെ സ്വർഗത്തിൽ കടത്തു പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. അവര് ജീവിച്ച പോലെ ജീവിക്കുക. ഇതൊന്നും അവര് പഠിപ്പിക്കാത്തതാ. അമ്പിയാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല, ശുഹദാക്കളും സ്വാലിഹികളും പഠിപ്പിച്ചിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ സ്വഹാബത്താണല്ലോ ഏറ്റവും വലിയ സ്വാലിഹികളും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും ഒക്കെ. സ്വഹാബത്തിനോളം വലിയ ഔലിയാക്കന്മാർ വേറെ ആരാ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവര്. അവരാരും ചെയ്തിട്ടില്ല. അവരാരും ചെയ്യാത്തൊരു കാര്യം ഇതില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്ര വെറുക്കപ്പെട്ടവരായി ചിത്രീകരിക്കേണ്ട ആവശ്യം എന്താണ്? ഖുർആനിലേക്കല്ലേ സുന്നത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത്? ഇസ്ലാമിന്റെ സന്ദേശല്ലേ? അള്ളാഹിന്റെ റസൂൽ വഫാത്താകുമ്പോ എന്താണോ ദീന്, അതല്ലേ ഖിയാമത്ത് നാൾ വരെ ദീന്. അക്കൂട്ടത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ എനിക്കോ നിങ്ങൾക്ക് അവകാശമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ബദർ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അധ്യായമാണ്. അത് പൂർണ്ണമായും അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും.